ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഒരുപാട് പേരെ പ്രഗ്നൻ്റ് ആകാൻ സഹായിച്ച 4 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ 4 ടിപ്സും ഒരുപാട് പേര് ഒരുമിച്ച് ഫോളോ ചെയ്തതല്ല. അവരൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസിൽ നിന്നും ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത്രമാത്രം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ച് നിങ്ങളത് ഫോളോ ചെയ്യുക. ഒരുപാട് പൈസയൊന്നും നിങ്ങൾ മുടക്കണ്ട. അതാ നിങ്ങളുടെ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർ, അതായത് ലെട്രസോൾ കഴിക്കുന്നവർ ഗ്രാമ്പു വെള്ളം കുടിക്കാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്സ് ഫോളോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നത് ഒരു ഭാഗത്തോട് നടന്നോട്ടെ. ഇതിപ്പോൾ നാച്ചുറലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യമാണല്ലോ. എന്തെങ്കിലും പ്രൊഡക്ട്സ്, നിങ്ങൾ ആയുർവേദിക് പ്രൊഡക്ട്സ് ഒന്നും മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല. നിങ്ങളുടെ കിച്ചണിലെ തന്നെ ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതാണ്. അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. മിതമായിട്ട് ഉപയോഗിക്കുന്നത്, ട്രീറ്റ്മെൻറ്റുകളോടൊപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത്, രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഡബിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്ത ഏറ്റവും ആദ്യത്തെ ടിപ്പാണ് പെരുംജീരകത്തിൻ്റെ വെള്ളം കുടിക്കുക. പെരുംജീരകം നമ്മുടെ ഗ്രാമ്പു വെള്ളവും ഉലുവ വെള്ളവും അതുപോലെ കറുവപ്പട്ട വെള്ളവും ഒക്കെ പോലെ തന്നെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പെരുംജീരകം വെള്ളം. പെരുംജീരകം എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ജീരകം കിച്ചണിൽ ഉണ്ടാകും. ചെറിയ ജീരകം, അതായത് വലിപ്പം കുറച്ച് കുറവുള്ള ജീരകവും വലിപ്പം കുറച്ച് കൂടുതലുള്ള വണ്ണമുള്ള ജീരകവും നമുക്ക് കിച്ചണിൽ ഉണ്ടാകും. ഈ പെരുംജീരകം എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് ബെനഫിറ്റ് തരുന്ന ഒന്നാണ്. ഈ പെരുംജീരകം നിങ്ങളുടെ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഫോളിക്കിൾ കൃത്യമായിട്ട് വളർന്ന് മൂപ്പെത്തി അത് പൊട്ടുമ്പോഴാണ് അണ്ടം പുറത്തേക്ക് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രോത്ത് നാച്ചുറലി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ പെരുംജീരകം വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള, അതിൽ വർക്ക് ചെയ്യുന്ന ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും ബാലൻസ് കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫോളിക്കുലർ ഫേസും നമ്മുടെ ലൂട്ടിയൽ ഫേസും കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് പെരുംജീരകം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഫോളിക്കിളിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എഗ്ഗിന് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ലോ AMH ഉണ്ട്, PCOD ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ലോ AMH ഒക്കെ ഉപയോഗിക്കുന്ന ഉള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു AMH വാല്യൂ കുറവായിരിക്കുമല്ലോ. അതിലും നമ്മൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ മാസവും നമുക്ക് അണ്ടം പുറത്തേക്ക് വന്നില്ലെങ്കിലും വരുന്ന മാസത്തെ അണ്ടം അത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ളതാവാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഈ പെരുംജീരകം വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് PCOD ഉള്ള ആളുകൾക്കും അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, ബ്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ, അതായത് വയറ്റിൽ ഭക്ഷണം ദഹിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോഴേക്കും മുഴുവനായിട്ട് പോകാത്തൊരു സിറ്റുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഓവുലേഷൻ വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെരുംജീരകം കുറച്ചെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വെള്ളം നിങ്ങൾ എടുത്താൽ മതിയായിരിക്കും. ഒരുപാടൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതെടുത്തതിന് ശേഷം ആ ജീരകം ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നേരം കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാതിരിക്കുക. പെട്ടെന്ന് അത് പറ്റിപ്പോകും വെള്ളം. അതിനേക്കാളും നല്ലത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കാൻ പറ്റുന്നതെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണം ഒന്ന് ദഹിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ചിലർ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയുള്ളവർക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഒരുപാട് പേര് ഫോളോ ചെയ്ത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നട്ട്സ് കഴിക്കുകയാണ്. ഈ നട്ട്സിൽ തന്നെ, അതായത് നമ്മളിപ്പോൾ പറയുന്ന വാൾനട്ട്, കാഷ്യൂനട്ട് അങ്ങനെയൊക്കെ പറയില്ലേ, അതിൽ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 3 നട്ട് ഉണ്ട്. അതായത് വാൾനട്ട് ഉണ്ട്, സോക്ഡ് ആയിട്ടുള്ള ബദാം ഉണ്ട്, ഡ്രൈ ഫിഗും ഉണ്ട്. ഈ സോക്ഡ് ആയിട്ടുള്ള ബദാം എന്ന് പറയുന്നത് നമ്മൾ ബദാം എടുത്ത് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് അത്രമാത്രം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ വാൾനട്ടും, നിങ്ങൾക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ നട്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് വിറ്റമിൻ
വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ് ഈ നട്ട്സ്. ഇതിലടങ്ങിയിട്ടുള്ള സിങ്കൊക്കെ നിങ്ങളുടെ ആ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും DNA ഫോർമേഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ അത്തിപ്പഴം, ഉണങ്ങിയ അത്തിപ്പഴം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൂടി കുടിക്കുന്നത് അത്രമാത്രം എഫക്റ്റീവാണ്. അതുപോലെ ഉണക്കമുന്തിരിയാണെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഈ ബദാമും അതുപോലെ അത്തിപ്പഴവും നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഉപയോഗിക്കുക. വാൾനട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ സമയങ്ങളിൽ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഏകദേശം ഒരു സ്നാക്സ് കഴിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്താണെങ്കിലും നിങ്ങളത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിനെയൊക്കെ പറ്റിയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ദീച്ചോസ് വേൾഡ് ഡ്രൈ ഫിഗ് എന്നും ദീച്ചോസ് വേൾഡ് ബദാം എന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എത്രമാത്രം ഗുണങ്ങളാണിത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തെല്ലാവരും ഫോളോ ചെയ്തൊരു ടിപ്പ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടമ്മമാർ പലപ്പോഴും നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുന്നത് ഒരു 11 മണിക്കായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ചായ മാത്രം കുടിക്കാം, ചോറ് ഇന്ന സമയമാകുമ്പോൾ ചോറ് ഇന്നാലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഫോർട്ടിലിറ്റി ട്രൈ ചെയ്യുന്നവരെ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിരിക്കണം. കാരണം നമ്മൾ വിശക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ളത് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിലായിട്ട് പോകും. എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് കട്ടൻ ചായ മാത്രം കുടിക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഫോർട്ടിലിറ്റിയുടെ ആ ഒരു ചാൻസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാണ്. കാരണം നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഏതാണോ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഒരു കൃത്യം സമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ലഞ്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പയറുവർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ചെറുപയറോ വൻപയറോ വലിയ കടലയോ ചെറിയ കടലയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലൂടെ ആ പയറുവർഗ്ഗങ്ങളുടെ ഗുണവും നിങ്ങളുടെ ശരീരത്തിലോട്ട് കിട്ടും. നിങ്ങളുടെ ആ ഡേയും ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുട്ടൊക്കെ എടുക്കുന്ന സമയത്ത് പുട്ടിൻ്റെ അളവ് കുറച്ചിട്ട് ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങളുടെ അളവ് നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ അത് അത്രമാത്രം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ. അതുപോലെ ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് ഉഴുന്നാണെങ്കിലും നല്ലതാണ്. ഇഡ്ഡലിയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ ഓട്സ് കുടിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഇതിൽ ഒരുപാട് പേര് പറഞ്ഞ് 4 ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് ഞാനിവിടെ പറയാം കേട്ടോ. അതായത് ഇവരെ ഒരുപാട് പേര് യൂസ് ചെയ്തത് കിവി, അതുപോലെ മാതള നാരങ്ങ, ബീട്രൂട്ട്, അതുപോലെ റെഡ് ബനാന. ബീട്രൂട്ട് ഒരു ഫ്രൂട്ട് അല്ല, പക്ഷേ ഈ ഒരു ടിപ്പും കൂടി ഒരുപാട് പേര് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതിനും കൃത്യമായിട്ട് അണ്ടം വളരുന്നതിനും എഗ്ഗിനോ സ്പേമിനോ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. മാതള നാരങ്ങയും ബീട്രൂട്ടും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ എടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓരോ ദിവസവും ഇത് എടുക്കണമെന്നില്ല. ഒരുപാട് ദിവസങ്ങൾ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റെഡ് ബനാന, നിങ്ങൾ ഇപ്പോൾ ചെങ്കദളിപ്പഴം എന്ന് പറയുന്നതാണ് ഒരു ഫ്രൂട്ടാണ് റെഡ് ബനാന എന്ന് പറയുന്നത്. ഇതും അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ഡിഫക്ട്സ് ആ ഒരു അണ്ടത്തിനോ ബീജത്തിനോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കൃത്യമായിട്ട് DNA ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് റെഡ് ബനാന എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പോമഗ്രാനൈറ്റിനെ പറ്റിയിട്ടും വീഡിയോസ് ഉണ്ട്. ദിജോസ് വേൾഡ് പോമഗ്രാനൈറ്റ്, അതുപോലെ ദിജോസ് വേൾഡ് ബീട്രൂട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്കോ ഇതുവരെ കമൻസ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടാത്തവർക്കോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ കോൺവെർസേഷൻസ് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ട് അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും ആ കമൻറ്റ് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പലരുടെയും കമൻറ്റ് റിപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് റിപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.